ലേക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്ന് യുവാക്കളുടെ കാര്യമാണ്. അതായത് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, പിന്നെ ഈ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞു, ഇനി കല്യാണമാണ്. കല്യാണത്തിന് ഒരു മഞ്ഞ കല്യാണമുണ്ട്, ചുവപ്പ് കല്യാണമുണ്ട്, അങ്ങനെ ഒരുപാട് കല്യാണമുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ കല്യാണമെല്ലാം കഴിക്കാൻ ഒരു കല്യാണത്തിന് ഇത്രയും ആർഭാടം വേണ്ടിയിട്ടുണ്ടോ? അതിൻ്റെ ആവശ്യം എന്താണ്? ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. അത് ഒരു 2 ദിവസം പോരെ? ഇത്രയും ദിവസം എന്തിനാണ് ഇങ്ങനെ ആർഭാടമായി കേൾക്കുന്നത്? അവരിടുന്ന ഓരോ ഡ്രസ്സിൻ്റെ പൈസകൾ അറിയോ? ഒരുപാട് പൈസൻ്റെ ഡ്രസ്സാണ് ഇടുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാം മാർപ്പാടാണ്. ഈ ലോകത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. ഇത്രയും ആർഭാടമുള്ള ഡ്രസ്സുകൾ പുതിയ പെണ്ണിന്, പുതിയാപ്ലക്കും ആർഭാടമുള്ള ഡ്രസ്സും ഒക്കെ ഈ ഉള്ള ഫാമിലിക്കെല്ലാം എന്തിനാണ് ഇത്ര വലിയ ആർഭാടമുള്ള ഡ്രസ്സ്? ഇതൊക്കെ വാങ്ങിയിട്ടാണ് ഉള്ള കല്യാണം പൊടി പൊടിച്ചങ്ങ് കഴിക്കും. ആ കല്യാണം പൊടി പൊടിച്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ മിസ്സൈന് കണ്ടത്, ദുബായിൽ നടന്ന മിസ്സൈന്, ദുബായിൽ നിന്ന് ഇറാഖും അമേരിക്ക ഇടുന്ന മിസ്സൈൻ, അത് അവിടെയുള്ള മിസ്സൈന് ജനങ്ങൾ പേടിച്ച് വിറക്കുന്നു. അതേപോലെയുള്ള മിസ്സൈനാണ് ഇവിടെ നിന്നിടുന്നത്. ഈ നാട്ടിൽ നിന്നിടുന്നത്, ഈ നാട്ടിലെ കല്യാണത്തിനിടുന്ന മിസ്സൈൻ എന്നാൽ പൊട്ടാസുകൾ, എത്രയോ പൈസൻ്റെ പൊട്ടാസ്, അത് പൊടി പൊടിക്കും. എനിക്ക് പറയാനുണ്ട്, എത്ര ആൾക്കാരുണ്ട് വിഷമിച്ച് ജീവിക്കുന്നു, എത്ര ആളുണ്ട് തെരുവിൽ ജീവിക്കുന്നു, എത്ര രോഗികളുണ്ട്. ചിലപ്പം പൈസ ഉണ്ടായിട്ടായിരിക്കില്ല, കടം വാങ്ങിയിട്ടായിരിക്കും കിടക്കുന്നത്. ഇത് പടച്ചുകൊണ്ട് പൊരുത്താണോ? ദുബൈയിലെ മിസൈന് നമുക്ക് പേടിയാണ്. ഇവിടെയുള്ള മിസൈൻ്റെ അവസ്ഥ, ജനങ്ങളെ തന്നെ പരിഹസിക്കുന്ന കാര്യം. ജനങ്ങളെ തന്നെ പരിഹാസത്രമാക്കും അല്ലേ? എന്തിനാണ് ഇത്ര ആർഭാടം? പിന്നെ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഖുർആനൊന്നല്ലല്ലോ ഇറങ്ങി വരുന്നത്, ഒന്നല്ലല്ലോ. ഒരു കല്യാണം, ഒരു സ്ത്രീയും പുരുഷനും, അതിൽ സന്തോഷം, അതല്ല വേണ്ടത്. മിസ്സൈൻ ഇട്ടിട്ടെല്ലാം വല്ല കാര്യമുണ്ടോ? ഇത് കാര്യമുണ്ടോ? ഓക്കെ, ബായ്. ഇതിലൊന്ന് പോയി പെടാതിരിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എനിക്ക് നിങ്ങളോടൊരു ഓർമ്മപ്പെടുത്തൽ, റിക്വസ്റ്റുകൾ. യുവാക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങളറിയോ? നിങ്ങൾ പാതാളത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്കിതൊക്കെയാണ് പറയാൻ. എൻ്റെ വിഷമം ഞാൻ ഇതിലെ കാണുന്നതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് യുവാക്കൾ ഇതിൽ നിന്നെല്ലാം പിന്തിരിയണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഓക്കെ, ബൈ.